നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഓൾഡ് ട്രാഫോർഡിൽ പോയാൽ ഗോൾ അടിച്ചിട്ട് മടങ്ങി വരും. അതിപ്പോൾ മുഹമ്മദ് സലാ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ലിവർപൂൾ 2-2 സമനില പിടിക്കുമ്പോൾ കളിയുടെ 80 മിനിറ്റുകൾക്ക് ശേഷം ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റി മുഹമ്മദ് സലാ. അതോടുകൂടി സലാ ഈ സീസണിലെ പ്രീമിയർ ലീഗിൽ 17 ഗോളുകളായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വാറ്റ്കിൻസ് 18 ഗോളുകളായിട്ടും എർലിംഗ് ഹാലൻഡ് 19 ഗോളുകളായിട്ടും നിൽക്കുകയാണ്. അതേസമയം സലയുടെ പേരിൽ 9 അസിസ്റ്റുകൾ കൂടിയുണ്ട് എന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അസിസ്റ്റിൻ്റെ കാര്യത്തിലും സല പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കളിക്കാരനാണ്. മാത്രമല്ല ഈ ഒരു സീസണിൽ സലയുടെ എല്ലാ കോമ്പറ്റീഷനുകളിലുമായുള്ള കണക്കുകൾ നോക്കുക. 23 ഗോളുകളും 13 അസിസ്റ്റുകളും. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഗോള് ലിവർപൂൾ പ്ലെയർ എന്ന നിലയിലുള്ള 209ാമത്തെ ഗോളാണ്. 14 ഗോളുകളാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള 15 കളികളിൽ നിന്ന് സ്കോർ ചെയ്തിരിക്കുന്നത്. ഓൾവേസ് അവിടെ പോയാൽ ഗോൾ അടിച്ചിട്ടേ വരികയുള്ളൂ എന്നുള്ളതാണ് സലയുടെ ഒരു രീതി. നോക്കുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഏറ്റവും അധികം പ്രീമിയർ ലീഗ് ഗോളുകൾ അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് 11. അതുപോലെ തന്നെ മോസ്റ്റ് പ്രീമിയർ ലീഗ് ഗോൾസ് സ്കോർഡ് അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡിനെതിരെ ഏറ്റവും അധികം ഗോൾ അടിച്ച താരം അതും മുഹമ്മദ് സലയാണ്, 6 ഗോളുകൾ. ഇനി കഴിഞ്ഞില്ല, മോസ്റ്റ് പ്രീമിയർ ലീഗ് ഗെയിം സ്കോർഡ് ഇൻ കൺസിക്യൂട്ടീവ്ലി അഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ് ഓൾഡ് ട്രാഫോർഡിൽ പോയിട്ട് യുണൈറ്റഡിനെതിരെ തുടർച്ചയായി കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ അടിച്ച താരം അതും സലയാണ്. തുടർച്ചയായ 4 മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾ അടിച്ചു. അതാണ് ഈജിപ്ഷ്യൻ കിങ്ങിന് മുന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിറക്കുന്ന കാഴ്ച. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.